ഹലോ ഗൈസ്, നമ്മളിന്ന് പുതിയ വീഡിയോ തുടങ്ങാൻ കേട്ടോ. ഇന്ന് നമ്മൾ പുരിയിൽ അടിച്ചൊളിക്കാൻ തീരുമാനിച്ചു. കാരണം ഇവിടെ ഒരുപാട് ടെമ്പിളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോകാമെന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ ഇവിടുത്തെ ലോഡ്ജാട്ടിത് ഈ കാണുന്നത്. ഇവിടെയാണ് നമ്മൾ താമസിച്ചത്. അങ്ങനെ ഞങ്ങൾ ഒഡീസയിൽ പുരിയിലെ തെരുവുകളിലൂടെ ഇങ്ങനെ പോവുകയായിരുന്നു. സൈഡിൽ മീൻ മാർക്കറ്റും ഇഡ്ഡലി, പിന്നെ ഇവന്മാരുടെ കുറേ സ്വീറ്റ്സ് അതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പുരി എന്തോ കടകളിലെ വൃത്തി ഞങ്ങളെ അങ്ങോട്ട് കയറാൻ അനുവദിച്ചില്ല. നമുക്ക് നല്ല ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് ഭക്ഷണം കഴിക്കാം എന്നുള്ള കമൻറ്റുമായി വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഏതെങ്കിലും നല്ല റെസ്റ്റോറൻറ്റ് കാണാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. ഇഡലിയും പൂരിയൊക്കെ കഴിക്കണം നമുക്ക് ആഗ്രഹമുണ്ട് രാവിലെ തന്നെ. ചെറിയ റോഡാട്ടോ ഫ്രണ്ട്സ്, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാണ്ട് അവിടെ പോകണമെങ്കിൽ ഒരുപാട് വെജിറ്റബിൾസ് ആണ് ഇവിടെ മെയിൻ. കണ്ടോ, നല്ല രസം അത് കാണാൻ. അങ്ങനെ ഞങ്ങൾ പുരിയിൽ നിന്ന് പതുക്കെ കൊണാർക്ക് ടെമ്പിൾ ലക്ഷ്യമാക്കി നീങ്ങി. റോഡിലെങ്ങും ആൾക്കാർ തിരക്ക് വരുന്നേ ഉള്ളൂ. കൊണാർക്ക് ഇവിടുന്ന് ഒരു 1 hour ജേർണി ഉണ്ടെന്നാണ് എൻ്റെ സഹയാത്രികനായ ചിഞ്ചു പറഞ്ഞത്. ഇനി കൊണാർക്കിലെത്തിയിട്ട് നമുക്ക് ബാക്കി നോക്കാം. അങ്ങനെ നമ്മൾ ഈ ഹൈവേയിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മുടെ കൊണാർക്കൊക്കെ പോകുന്നത് അതാ ബോർഡ് കണ്ടില്ലേ. 32 kilometers ഫ്രം ഹിയർ ടു കൊണാർക്ക് ടെമ്പിൾ. അപ്പം നമുക്ക് പതുക്കെ ഈ റോഡിലൂടെ തന്നെ പോയി നോക്കാം. അപ്പോൾ ഇന്ന് സൈൻ ഓഫ് പറയുന്നത് ഞങ്ങളുടെ പ്രിയ സഹയാത്രികനായ ശ്രീ ഡഗ്ലൂഷ് ആണ്. ഡഗ്ലൂഷ്, ഐ ആം ഡഗ്ലൂഷ് സൈനിങ് ഓഫ്. നോറ പൂരി തിരുവോരങ്ങളിലൂടെ ഈ സൈഡിൽ കാണുന്ന കടയില്ലേ, ഇതിനകത്തൂടെയൊക്കെയാണ് ദുൽഖർ സൽമാനും മറ്റേ പയ്യൻ്റെ പേരെന്തായിരുന്നു, സണ്ണി വെയിനും പിന്നെ ഒരു നായികയും അവർ ഉള്ളിലേക്ക് പോകുന്നു. സർഫ് വെച്ച് തുണിയെടുക്കുന്ന തമാശക്കുള്ളത് കണ്ടോ. ഇവിടെ അവര് മറ്റേ ഒളിച്ചിരിക്കുന്നതും ഇവനെ കണ്ടുപിടിക്കാൻ മറ്റവൻ വരുന്നതും. ദുൽഖർ സൽമാൻ, അവനൊക്കെ വലിയ സിനിമ കാണായി. ശരിയെന്നാ പിന്നെ കാണാം. ഇനി പുരി എന്ന് പറഞ്ഞാല് ടെമ്പിളിന്റെ സ്ഥലമാണ്. ഒരുപാട് ടെമ്പിൾ ഉണ്ട്. നമ്മളതിൽ ആദ്യം പോയത് കൊണാർക്ക്. നമ്മളങ്ങനെ ചായ കുടിക്കാനായിട്ട് ഇവിടെ നിർത്തിയിട്ട് ഫുഡ് കഴിക്കാം. പുള്ളിയുടെ ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷെ നമുക്ക് ഒരു രസം ഉണ്ടായില്ല. ഫുഡൊന്നും കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടായില്ല കേട്ടോ. ഞങ്ങളിതാ ഈ ഹോട്ടലിൽ നിന്ന് കേട്ടോ പുരിയിലോട്ട് പുരിയിൽ നിന്ന് നമ്മളെവിടെ കൊണാർക്കിലോട്ട് പോകുമ്പോൾ ഇവിടുത്തെ ഹോട്ടലിലാണ് കയറിയത്. പക്ഷെ ഫുഡൊന്നും നല്ലതായിരുന്നില്ല. പക്ഷെ ഞങ്ങൾ ദോശ വാങ്ങിയിട്ട് അതിൻ്റെ സൈഡൊക്കെ ഇത്തിരിയൊക്കെ തിന്നു. നല്ല തിരക്കായിരുന്നു. ദോശയൊന്നും ഉണ്ടായിരുന്നില്ല. സങ്കടമായിപ്പോയി. ഓക്കെ, അടുത്ത സ്ഥലത്ത് നോക്കാം എന്തെങ്കിലും കിട്ടുമോ. പാർക്കിലേക്ക് എത്തിപ്പെടുകയാണ്. പോകുന്ന വഴിയാണ് കേട്ടോ. ഒരുപാട് കടകൾ രണ്ട് ഞങ്ങൾ വണ്ടി അവിടെ ഒതുക്കി വെച്ചു. പോകുന്ന വഴിക്ക് ഒരുപാട് ഷോപ്പ് കണ്ടോ. അവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. വാങ്ങാൻ ഒരുപാടുണ്ട്. ഞങ്ങൾ പിന്നെ ഒന്നും അങ്ങനെ വാങ്ങിയില്ല. ഞങ്ങളൊരു പുരി ജഗന്നാഥൻ്റെ അത് ഒരു മാല വാങ്ങിയായിരുന്നു. നല്ല ഭംഗിയാട്ടോ. രണ്ട് സൈഡിലും ഈ നമുക്ക് ഇഷ്ടം പോലെ സാധനങ്ങൾ വാങ്ങണവർക്ക് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. കുപ്പി, ബാഗ്, വള, കൊട. നല്ല വെയിലും ചൂടും ഒക്കെ ആയിരുന്നു. സൺഡേ ആണ് ഈ യാത്ര ഞങ്ങൾക്ക് അന്നത്തെ ദിവസം അവിടെ. പക്ഷെ നല്ല തിരക്കായിരുന്നു. ഒരുപാട് ജനങ്ങൾ. ഇവിടെ ഞങ്ങൾക്ക് കുറച്ചു നേരം നിൽക്കേണ്ടതെന്ന് വെച്ചാൽ ക്യൂ, അത്ര തിരക്കായിരുന്നു. ഞങ്ങളൊക്കെ അപ്പുറം മൈതാനത്ത് പോയിട്ട് ഇരിക്കുകയായിരുന്നു. പിന്നെ അങ്ങനെ നമുക്ക് ഓൺലൈൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമുക്ക് ആ ടിക്കറ്റ് കിട്ടി എളുപ്പത്തിന്.
ഭയങ്കര വെയിലും കൊച്ചും കൂടി ഉള്ളതുകൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടിപ്പോയതാണ്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് കിട്ടി. അകത്ത് കിടക്കാനുള്ള പോക്കാട്ടുണ്ട്. തിരക്കുണ്ട ഫ്രണ്ട്സ്, എത്ര തിരക്കായിരുന്നു. ചൂടും പുകയും എന്ത് വേണ്ട, ഭയങ്കര ബുദ്ധിമുട്ടി ഞങ്ങൾ പോയതാണ്. ദൂരെ നിന്നുള്ള സൈറ്റ് ഉണ്ട് ടെമ്പിളിന്, നല്ല ഭംഗിയല്ലേ. ഒരുപാട് ചിത്രപ്പണികളുണ്ട് കേട്ടോ, കൊത്തുപണികൾ. അത് നമുക്ക് ഇങ്ങനെ ആസ്വദിച്ച് പോകാം. നമുക്ക് പിന്നെ ഒന്നിനും സമയമില്ലാത്തതുകൊണ്ട് കുറച്ചൊക്കെയാണ് അതൊക്കെ നമ്മൾ നോക്കി കണ്ടുകൊണ്ടിരുന്നത്. കണ്ടോ, നല്ല ഭംഗിയായിരുന്നു അത് കാണാൻ. ഈ കൊണാർക്ക് ടെമ്പിൾ എന്ന് പറഞ്ഞാൽ ഈ 13-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാട്ടോ ഇത്. നരസിംഹദേവ രാജാവ് നിർമ്മിച്ചതാണ് കേട്ടോ ഇത്. ഈ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് കേട്ടോ ആയിട്ടുള്ള ടെമ്പിളാണ് ഈ കൊണാർക്ക് ടെമ്പിൾ. സൂര്യ ഭഗവാനെ ആരാധിക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ കൊത്തുപണികളുണ്ട്, അത് നല്ല രസമുണ്ട്. കൊത്തുപണികൾ നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഇതിൻ്റെ ഉള്ളിലൊന്നും കയറ്റൂല കേട്ടോ, അത്രേ നമ്മളെ കയറ്റാൻ വിട്ടിട്ടുള്ളൂ. കണ്ടോ ഈ ചക്രം കണ്ടോ, ഇതിൻ്റെ നിഴല് നോക്കിയിട്ട് പണ്ടൊക്കെ ആൾക്കാർ സമയം നോക്കണ ഇതിലായിരുന്നു കേട്ടോ. ഈ നിഴല് തട്ടിയിട്ട് ഇത്ര സമയമായി എന്നുള്ളതൊക്കെ. കല്ലിൽ ഇത് ഒരു സംഭവമാണ്, കാരണം ഇത്രയും വലിയ കല്ലൊക്കെ അത് എടുത്ത് വെച്ച് അതങ്ങനെ ഒരു ടെമ്പിളാക്കി എടുത്താണ്. എന്താ ഈ സ്റ്റെപ്പ് കയറി ഈ ഭാഗം മാത്രമേ നമ്മളെ കാണിക്കുള്ളൂ, ഉള്ളിലോട്ട് കയറ്റുകയില്ല. കൊത്തുപണികളാൽ അലങ്കൃതമായിരിക്കുന്ന ഒരു ടെമ്പിളാണ്. നല്ല രസമായിരുന്നു. ഞങ്ങളവിടെ റെസ്റ്റ് ചെയ്ത് എല്ലാവർക്കും മടുത്ത് നല്ല വെയിലുണ്ട്. ഞങ്ങളെല്ലാവരും ഓരോരോ സ്ഥലത്തിരുന്ന് അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് കുറച്ച് നേരം വെയിലൊക്കെ മാറില്ല. ഒരു മരം കിട്ടിയപ്പോൾ അതിൻ്റെ അടിയിൽ എല്ലാവരും വിശ്രമിക്കുന്നുണ്ടോ. ഞാനൊക്കെ ക്ഷീണിച്ചു. ഒരു ചാമ്പ് വയ്പെന്നല്ലേ ഇതിനെ പറയുക, അതാണ് ഇപ്പോൾ ആൾക്കാർ വെള്ളം എടുക്കുന്നൊക്കെ കുടിക്കാനൊക്കെ. പോണ വഴിക്ക് ഒരുപാട് ആൾക്കാരുണ്ട് ഇങ്ങനെ രണ്ട് സൈഡിലും അതും ഇതൊക്കെ വിൽക്കാനും. മാല, വള, ധർമ്മത്തിനിരിക്കുന്നവർ വേറെ ഒക്കെ ഉണ്ട്. ചിക്കും പോയിട്ട് അതിൽ നിന്ന് പൈപ്പിൽ നിന്ന് വെള്ളം എടുത്ത് മുഖൊക്കെ. അത്ര ചൂടാണ് കേട്ടോ അവിടെ. പക്ഷെ ആൾക്കാർക്ക് അതൊന്നും ഒരു വിഷയമല്ല. ഇളനീര് കുടിച്ചിട്ടാണ് വെയിലൊക്കെ കൊണ്ടുകൊണ്ട്. വണ്ടിയുടെ അടുത്തോട്ട് പോകും. വണ്ടി കുറച്ചങ്ങ് മാറിയാണ് പാർക്ക് ചെയ്തേക്കണേ. ഇങ്ങോട്ടൊന്നും വീട്ടില്ല, അത്ര തിരക്കാണല്ലോ. അവിടെ നിന്ന് ഞങ്ങള് നേരെ ബീച്ചിലെത്തി കേട്ടോ. ബീച്ചിൻ്റെ അടുത്ത് ഭയങ്കര വെയില്. അപ്പോൾ അവിടെ ആ ഷാക്കിൽ കയറി ഇരിക്കണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ജ്യൂസ് കുടിക്കണം. ജ്യൂസ് കുടിക്കാൻ തന്നെ ഓർഡർ ചെയ്ത് ഞങ്ങളൊരു വലിയ മീൻ ഓർഡർ ചെയ്ത് അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ജ്യൂസൊക്കെ കുടിച്ച്, കാരണം എന്നാലേ അവിടെ നമുക്കൊന്ന് ഇരിക്കാൻ പറ്റുള്ളൂ. വെയിലെന്ന് പറഞ്ഞാൽ നല്ല പൊരി വെയിലത്തെ നമ്മൾ ഇറങ്ങിയത് കണ്ട.